ലേണിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ BA പൊളിറ്റിക്കൽ സയൻസ് BPSC 1110 ഗ്ലോബൽ പൊളിറ്റിക്സിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഫസ്റ്റ് ചാപ്റ്ററിന്റെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂഷൻ മിസ്സാവും. ഓക്കെ, സോ ഫസ്റ്റത്തെ ആ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് ഗ്ലോബലൈസേഷൻ, അതിന്റെ ഡെഫിനിഷൻ, മീനിങ്, പിന്നെന്താ ഡിഫറെൻറ്റ് ടൈപ്സ്, ഇതിനെ പറ്റിയിട്ടൊക്കെ പഠിച്ചു. സോ ഈ ഒരു പാർട്ടിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് തിയറീസ് ഓഫ് ദ ഗ്ലോബലൈസേഷൻ ആണ്. മെയിൻലി 3 പെർസ്പെക്റ്റീവ്സ് ആണ് ഗ്ലോബലൈസേഷൻ ഉള്ളത്. ഒന്ന് ഹൈപ്പർ ഗ്ലോബലിസ്റ്റ്, 2 സ്കെപ്റ്റിസ്, 3 ട്രാൻസ്ഫോർമേഷണലിസ്റ്റ്. ഓക്കെ, സോ ഫസ്റ്റ് ഇത് വന്നത് ഹൈപ്പർ ഗ്ലോബലിസ്റ്റ് ആണ്. First wave of the globalization theory is called hyper-globalist account of the economy, as it indicates that national economies have become less significant due to increased role of the capital mobility, economic interdependence and multinational companies. Okay, so hyper-globalists എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് നമ്മൾ പറഞ്ഞു ക്യാപിറ്റലിസം കൊണ്ടാണ് ഈ ഗ്ലോബലൈസേഷൻ ഉണ്ടായത്, അല്ലെങ്കിൽ ക്യാപിറ്റലിസം ആണ് ഗ്ലോബലൈസേഷൻ ഉണ്ടാവാനായിട്ട് ഒരു കാരണം എന്ന്. സോ ഈ ക്യാപിറ്റലിസം കാരണം എന്താണ്, നാഷണൽ എക്കോണമീസിൽ ഗവൺമെന്റിനുള്ള ഒരു കൺട്രോൾ ഉണ്ടല്ലോ അത് കുറഞ്ഞു. നമ്മൾ പറഞ്ഞു ഇന്റർനാഷണൽ ലെവലില്, ഗ്ലോബൽ ലെവലിൽ വർക്ക് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് അവരെ കൺട്രോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാഷണൽ എക്കോണമീസിൽ, നമ്മുടെ രാജ്യത്തിന്റെ സ്വന്തം സാമ്പത്തിക അവസ്ഥയെ കൺട്രോൾ ചെയ്യാൻ, അല്ലെങ്കിൽ അതിനെ എന്താണ് മുന്നോട്ട് നയിക്കാനായിട്ട് നമ്മുടെ രാജ്യത്തിന്റെ ഗവൺമെന്റിന് ഉള്ള കഴിവ് നഷ്ടപ്പെട്ടു. അത് ഗ്ലോബലൈസേഷന്റെ പാർട്ടാണ്. ഇങ്ങനെ പറഞ്ഞത് ആരാണ്? ഹൈപ്പർ ഗ്ലോബലിസ്റ്റുകളാണ് ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെക്കുന്നത്. ഓക്കെ, മാത്രല്ല ഇങ്ങനെ ഉണ്ടാവാൻ കാരണം ദി ക്യാപിറ്റൽ മൊബിലിറ്റി, എക്കണോമിക് ഇന്റർഡിപെൻഡൻസ് ആൻഡ് മൾട്ടിനാഷണൽ കമ്പനീസ് എന്നാണ്. ട്രേഡ് ഒക്കെ കാരണം നല്ല രീതിയിൽ ഇവിടെ നിന്ന് നമ്മുടെ ഇന്ത്യൻ കറൻസി മറ്റു രാജ്യങ്ങളിലേക്ക്, മറ്റു രാജ്യത്തിലത്തെ കറൻസി ഇമ്പോർട്ട് വഴി നമുക്ക് ഇവിടെയും ലഭിക്കുന്നുണ്ട്. സോ കണ്ടിന്യൂസ് ആയിട്ട് മൊബിലിറ്റി ഓഫ് ദി ക്യാപിറ്റൽ, ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഇവിടെ പൈസേനാണ് ഉദ്ദേശിക്കുന്നത്. എന്താ പൈസയുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള മൂവ്മെന്റ്, പിന്നെ എക്കണോമിക് ഇന്റർഡിപെൻഡൻസ്, നമ്മൾ ട്രേഡിനും മറ്റാവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് ബാക്കി രാജ്യങ്ങളെ നല്ലോണം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ മൾട്ടിനാഷണൽ കമ്പനീസുകൾ ഈ ഗ്ലോബലൈസേഷന്റെ പാർട്ടായിട്ട് നമ്മുടെ രാജ്യത്ത് വന്ന് അവരുടെ വർക്കിംഗ് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ടൊക്കെ തന്നെ നമ്മുടെ സ്വന്തം സാമ്പത്തിക അവസ്ഥയെ മുന്നോട്ട് നയിക്കാനായിട്ടുള്ള ഒരു കഴിവ് നമ്മുടെ ഗവൺമെന്റിന് നഷ്ടപ്പെട്ടു. പിന്നെ അവർ പറയുന്നത് ദ പ്രൊപ്പോണൻസ് ഇൻക്ലൂഡ് ഫ്രാൻസിസ് ഫുക്കിയാമ. ഓക്കെ, ഈ ഒരു ഹൈപ്പർ ഗ്ലോബലിസ്റ്റ് പെർസ്പെക്റ്റീവ് ഓഫ് ദ ഗ്ലോബലൈസേഷനെ പ്രൊപ്പോസ് ചെയ്തത്, അല്ലെങ്കിൽ ഇത് നമുക്ക് മുന്നോട്ട് വെച്ച് തന്നത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രാൻസിസ് ഫുക്കിയാമയുണ്ട്. അദ്ദേഹത്തിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്കാണ് എൻഡ് ഓഫ് ദ ഹിസ്റ്ററി. ഓക്കെ, ഒന്ന് നോട്ട് ചെയ്തത്. ദെൻ തോമസ് ഫ്രൈഡ്മന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബുക്കാണ് വേൾഡ് ഈസ് ഫ്ലാറ്റ്. ദെൻ കെനിച്ചി ഒഹാമെ. ഓക്കെ, ഒഹിമിയെ, അദ്ദേഹത്തിന്റെ ഒരു ബുക്കാണ് എൻഡ് ഓഫ് നേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവര് മൂന്നുമാണ് ഹൈപ്പർ ഗ്ലോബലിസ്റ്റ് പെർസ്പെക്റ്റീവ് ദ ഗ്ലോബലൈസേഷന്റെ ഒരു പ്രൊപ്പോണൻസ് എന്ന് പറയുന്നത്. ദേ ആർഗ്യൂ ദാറ്റ് പൊളിറ്റിക്കൽ റെസ്ട്രിക്ഷൻ ഓൺ ദ മൂവ്മെന്റ് ഓഫ് ദ മണി ഹാവ് ഡിക്രീസ്ഡ്. പറഞ്ഞല്ലോ, ഭയങ്കര ഈസി ആയിട്ട് അക്രോസ് ദ ബോർഡേഴ്സ് പൈസ ട്രാവൽ ചെയ്യാൻ തുടങ്ങി ത്രൂ ട്രേഡ്. ഇന്ത്യൻ മണി ബാക്കി രാജ്യത്തേക്ക് പോകുന്നു, മറ്റുള്ള രാജ്യത്തിന്റെ പൈസ നമുക്ക് ഇവിടെ ലഭിക്കുന്നു, അല്ലെ? സോ മുന്നെന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിരുന്നില്ല, ഇത്ര ഈസി മൂവ്മെന്റ് ഓഫ് ദ മണി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിലൊരു മാറ്റം വന്നിട്ടുണ്ട്. ഇറ്റ് ലീഡ് ടു ഡീനാഷണലൈസേഷൻ ഓഫ് ഇക്കോണമീസ്. സ്വന്തം രാജ്യത്തിന്റെ സാമ്പത്തിക അവസ്ഥയെ കൺട്രോൾ ചെയ്യാൻ പോലും നമ്മുടെ സ്വന്തം ആ ഒരു രാജ്യത്തിന്റെ ഗവൺമെന്റിന് പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അതിനാണ് ഈ ഡീനാഷണലൈസേഷൻ എന്ന് പറയുന്നത്. ദിസ് മീൻസ് ദാറ്റ് എക്കണോമിക് ചേഞ്ചസ് ആർ ലീഡിങ് ടു പൊളിറ്റിക്കൽ ആൻഡ് കൾച്ചറൽ ചേഞ്ചസ്. അപ്പൊ നമുക്ക് പറഞ്ഞൂടെ, ഒരു എക്കണോമിക് പാർട്ട് അല്ലെങ്കിൽ എക്കണോമിക് റീസൺ കൊണ്ട് നടക്കുന്ന ഈ ഒരു കാര്യം പൊളിറ്റിക്കലും കൾച്ചറൽ ചേഞ്ചിലേക്കും നയിക്കുന്നുണ്ട്. ലൈക്ക് ട്രേഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എക്കണോമിക് ആസ്പെക്റ്റിൽ വരുന്നതാണ്. സോ ട്രേഡ് നടക്കുന്നു, പൈസ ഇങ്ങോട്ട് വരുന്നു, പൈസ അങ്ങോട്ട് പോകുന്നു. സോ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ രാജ്യത്തിന്റെ ഗവൺമെന്റിന് സ്വന്തം സാമ്പത്തിക അവസ്ഥ പോലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതിലുള്ള ഒരു പവർ, ഒരു സോവേണിറ്റി, പരമാധികാരം കുറഞ്ഞു. സോ എക്കണോമിക് ചേഞ്ചസ്, എക്കണോമിക് പരമായിട്ട് നടക്കുന്ന കാര്യങ്ങൾ പൊളിറ്റിക്കലും കൾച്ചറലിയും പല മാറ്റങ്ങളും നമ്മുടെ ഓരോ ഗവൺമെന്റിലും അല്ലെങ്കിൽ ഓരോ രാജ്യത്തും സൃഷ്ടിക്കുന്നുണ്ട്. അത് ഈ ഗ്ലോബലൈസേഷന്റെ പാർട്ടാണ്. നേഷൻ സ്റ്റേറ്റ് ടെൻഡ് ടു ഹാവ് ലോസ് ദ പവർ, ഇൻഫ്ലുവൻസ്, ഈവൻ സോവണിറ്റി. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. രാജ്യത്തിന്റെ ഗവൺമെന്റിന് അവരവരുടെ സോവേണിറ്റി, പരമാധികാരം, പവർ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്.
Okay, this has implication for social democracy and welfare state as they are downsized to give more space to business interests. നമുക്കറിയാം ഒരു രാജ്യത്തിന്റെ ഗവൺമെന്റിനാണ് അവിടുത്തെ രാജ്യത്തെ ഉള്ള ആൾക്കാർക്ക് എത്രത്തോളം എന്തൊക്കെ കാര്യങ്ങളാണ് അവരുടെ ആവശ്യങ്ങൾ, എന്തൊക്കെയാണ് അവർക്ക് വേണ്ടത്, ഇതൊക്കെ അറിയുന്നത് ആ ഒരു ഗവൺമെന്റിനാണ് അല്ലെ. അപ്പൊ ആ ഗവൺമെന്റിന് അതനുസരിച്ചിട്ടാണ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോം ചെയ്യാൻ പറ്റുള്ളൂ. പെട്ടെന്ന് ഒരു ഇന്റർനാഷണൽ ഗ്ലോബൽ ലെവൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വന്നിട്ട് ഇതിനെല്ലാം ഏറ്റെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, അല്ലെങ്കിൽ അവര് പറയുന്നത് അനുസരിച്ച് നമ്മൾ നമ്മുടെ നയങ്ങളൊക്കെ മാറ്റി കഴിഞ്ഞാൽ അവിടുത്തെ ആൾക്കാരുടെ ആവശ്യങ്ങൾ എന്താ ഫുൾഫിൽ ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. മാത്രമല്ല ഇത് ഡെമോക്രസിയുടെ ആ ഒരു വാല്യൂവിനെയാണ് ഇത് ബാധിക്കുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഈവൻ അവിടുത്തെ ഗവൺമെന്റിന് ആഗ്രഹം ഉണ്ടായിരിക്കും ആൾക്കാരുടെ നല്ല രീതിയിലുള്ള ജീവിതത്തിന് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊണ്ടുവരണം എന്നുണ്ടെങ്കിലും, പക്ഷെ അവർക്ക് ഗവൺമെന്റിന് മുകളിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടല്ലോ ഗ്ലോബൽ ലെവലിൽ വർക്ക് ചെയ്യുന്നത്, അവർ പറയുന്നത് നമുക്ക് കേൾക്കാണ്ടിരിക്കാൻ പറ്റില്ല. സോ കൂടുതലായിട്ട് ഇങ്ങനെ എക്കണോമിക് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടായിരിക്കും അങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ പറയുന്നുണ്ടാവുക. അവിടുത്തെ ആൾക്കാരെ കണക്കിലെടുക്കാതെ എക്കണോമിക് ആക്ടിവിറ്റീസ്, ട്രേഡ്, പുതിയ പുതിയ ബിസിനസ്സുകൾ തുടങ്ങുക, മൾട്ടിനാഷണൽ കമ്പനീസുകൾക്ക് സ്പേസ് കൊടുക്കുക, അതൊക്കെയായിരിക്കും അവരുടെ ഇൻട്രസ്റ്റ്. സോ ഇത് ആ ഒരു രാജ്യത്തിനെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. ഡിക്ലൈൻ ഇൻ നാഷണൽ കൾച്ചർ. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ ഒരു രാജ്യത്തിന്റെ സ്വന്തമായിട്ടുള്ള ഒരു കൾച്ചർ, വാല്യൂ, ഐഡന്റിറ്റി ഇതൊക്കെ നഷ്ടപ്പെടുന്നു എന്നാണ് ഹൈപ്പർ ഗ്ലോബലിസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, politically, nation state give the way to international organizations such as UN and International Monetary Fund. നമ്മൾ പറഞ്ഞതാണ് നാഷണൽ ഗവൺമെന്റിന്റെ അവർ ഫോളോ ചെയ്യുന്നത് ആരുടെ ഓർഡേഴ്സ് അല്ലെങ്കിൽ ആരുടെ എന്താ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്? ഇന്റർനാഷണൽ അല്ലെങ്കിൽ ഗ്ലോബൽ ലെവലിൽ വർക്ക് ചെയ്യുന്ന UN, IMF, വേൾഡ് ബാങ്ക്, ഇവർ പറയുന്ന കാര്യങ്ങളാണ് ഓരോ നാഷണൽ ഗവൺമെന്റുകളും ഫോളോ ചെയ്യുന്നത്. സോ പൊളിറ്റിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, ഹൈപ്പർ ഗ്ലോബലിസ്റ്റ് ബിലീവ് ദാറ്റ് ട്രാൻസ്നാഷണൽ ഗ്ലോബൽ ഫോഴ്സ് ലീഡ് ദ വേ എഹെഡ് ഓഫ് ദി നേഷൻ ഇൻ ടേംസ് ഓഫ് എക്കോണമി, പൊളിറ്റിക്സ് ആൻഡ് കൾച്ചർ. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, ഗ്ലോബൽ ലെവലിൽ വർക്ക് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്. ബോത്ത് എക്കണോമി ആയിക്കോട്ടെ, പൊളിറ്റിക്സ് ആയിക്കോട്ടെ, കൾച്ചർ ആയിക്കോട്ടെ, അവരാണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്. നാഷണൽ ഗവൺമെന്റിന് അതിനുള്ള പവർ നഷ്ടപ്പെട്ടു. ഓക്കെ, ഇനി സ്കെപ്റ്റിക്സ്. സ്കെപ്റ്റിക്സ് എന്ന് പറയുന്നത് they believe that there is little new about globalization and its impact is being exaggerated. ഇവര് ഹൈപ്പർ ഗ്ലോബലിസ്റ്റിന്റെ പോലെ എന്താ അത്ര നെഗറ്റീവ് സൈഡ് പറയുന്നില്ല. പക്ഷെ അവർ പറയുന്നുണ്ട്, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലോബലൈസേഷൻ നടക്കുന്നുണ്ട്, പക്ഷെ അതിന് ഇത്ര എക്സാജറേറ്റ് ചെയ്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അത് കുറച്ച് പൊളിറ്റിക്കൽ റീസൺസിന് വേണ്ടിയിട്ടാണ് ഇത്ര എക്സാജറേറ്റ് ചെയ്ത് പറയുന്നത്. ഇത്ര എക്സാജറേറ്റ് ചെയ്ത് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഊതി വീർപ്പിച്ച് പറയില്ലേ, ചെറിയൊരു കാര്യം ഉണ്ടാവുള്ളൂ, അത് നമ്മളിങ്ങനെ വലുതാക്കി പറയില്ലേ, ആ ഒരു അവസ്ഥയാണ് ഇവിടെ. ഗ്ലോബലൈസേഷൻ നടക്കുന്നുണ്ട്, കുറച്ചൊക്കെ എഫക്റ്റുകൾ ഉണ്ട്, പക്ഷേ അതിനിങ്ങനെ ഊതി വീർപ്പിച്ച് വലിയൊരു കാര്യമാക്കിയിട്ട് പറയാണെന്നാണ് സ്കെപ്റ്റിക്സുകൾ പറയുന്നത്. ഇറ്റ്സ് മെയിൻ പ്രൊപ്പോണൻസ് ഇൻക്ലൂഡ് പോൾ ഹെർസ്റ്റ്, ഗ്രഹാമെ തോംസൺ. ഓക്കെ, സോ സ്കെപ്റ്റിക്സ് പെർസ്പെക്റ്റീവ് ഓഫ് ദ ഗ്ലോബലൈസേഷൻ പ്രപ്പോസ് ചെയ്തത് ആരാണ്? പോൾ ഹെർസ്റ്റും അതേപോലെ തന്നെ ഗ്രഹാമെ തോംസണും ആണ്. ഇവർ രണ്ടുപേരാണ് ഈ ഒരു ഐഡിയ നമുക്ക് തന്നത്. സോ ഇവരുടെ ഫേമസ് ആയിട്ടൊരു ബുക്കാണ് ഗ്ലോബലൈസേഷൻ ഇൻ ക്വസ്റ്റ്യൻ, ദ ഇന്റർനാഷണൽ എക്കോണമി ആൻഡ് പോസിബിലിറ്റി ഓഫ് ദ ഗവേണൻസ്. ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, ഇവരുടെ ഫേമസ് ആയിട്ടൊരു ബുക്കാണ്. Skeptics see globalization not as revolutionary, technological and economic force, but as an ideological tool used by the theorist and politician to further the interest of the corporate. So skepticsനെ സംബന്ധിച്ചിടത്തോളം ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് റെവല്യൂഷണറി ആയിട്ട് അല്ലെങ്കിൽ ടെക്നോളജിക്കൽ റെവല്യൂഷൻ കൊണ്ട് വന്ന ഒരു കാര്യമല്ല, സിംപിളി ഒരു ഐഡിയോളജിക്കൽ ടൂളാണ്. ജസ്റ്റ് ഒരു ടൂളാണ്, പൊളിറ്റീഷ്യൻസും തിയറിസ്റ്റുകളും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ്. എന്തിന്? കോർപ്പറേറ്റ് ഫീൽഡിലുള്ള ആൾക്കാരുടെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി അവരുടെ അഡ്വാൻറ്റേജിന് അല്ലെങ്കിൽ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൂൾ മാത്രമാണ്. അല്ലാതെ ഈ പറയുന്ന മാതിരി ഹിസ്റ്റോറിക്കൽ എവോൾവ് ചെയ്ത ഒരു എന്താ വിപ്ലവമൊന്നുമല്ല എന്ത് ഈ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. Skeptics argue that national identity have a history, global culture cannot replace its national culture. സോ സ്കെപ്റ്റിക്സ് പറയുന്ന ഇതാണ്, ഓരോ രാജ്യത്തിനും അവരുടേത് വെറൈറ്റീസ് ഓഫ് കൾച്ചർ ഉണ്ടായിരിക്കും, ഐഡന്റിറ്റി ഉണ്ടായിരിക്കും, വാല്യൂസ് ഉണ്ടായിരിക്കും. പെട്ടെന്ന് ഒരു ഗ്ലോബൽ കൾച്ചർ വന്നതുകൊണ്ട് ആ രാജ്യത്തിന്റെ കൾച്ചർ ഒന്നും മാറാൻ പോകുന്നില്ല, അതൊരിക്കലും മാറൂല. ഓക്കെ, ഇത് ഈ കൾച്ചർ എന്ന് പറയുന്നത് ഓരോ
എന്താ ഓരോ ജനറേഷൻ ടു ജനറേഷൻ പാസ് ഓൺ ചെയ്ത് ഹിസ്റ്റോറിക്കലി എവോൾവ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് വന്ന ഒരു കൾച്ചറാണ്. സോ പെട്ടെന്ന് ഒരു ഗ്ലോബൽ കൾച്ചർ വരുമ്പോൾ ഓരോ രാജ്യത്തിന്റെ കൾച്ചർ ഒരിക്കലും അങ്ങനെ മാറിപ്പോവില്ല അല്ലെങ്കിൽ ഡിസ്പ്ലേസ് ആയി പോവില്ല എന്നാണ് സ്കെപ്റ്റിക്സുകൾ പറയുന്നത്. ഓക്കെ. Economically, skeptics have said that globalization has not been received evenly everywhere and there is a differentiation in its spread. എക്കണോമിക്കൽ ആസ്പെക്റ്റിൽ ഈ സ്കെപ്റ്റിക്സ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലോബലൈസേഷൻ എന്ന കൺസെപ്റ്റ് എല്ലായിടത്തും അതിന്റെ ആഘാതം അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രത്യാഘാതം അതിന്റെ ഒരു റിസൾട്ട് അല്ലെങ്കിൽ ഇമ്പാക്റ്റ് ഒരേപോലെയല്ല എല്ലായിടത്തും എത്തിയിരിക്കുന്നത്. ചില സ്ഥലത്ത് ചിലവർക്ക് അത് നല്ലോണം ബെനിഫിഷ്യൽ ആയിട്ടുണ്ട്, ചിലവരത് നല്ലോണം റിച്ച് ആക്കിയിട്ടുണ്ട്, ചിലവരത് അഡ്വേഴ്സ്ലി എഫക്ട് ചെയ്തത് പുവർ ആക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. സോ ഈവൻലി ഒരേപോലെയല്ല എല്ലാവർക്കും അതിന്റെ റിസൾട്ട് കിട്ടുന്നത്. കൾച്ചറലി സ്കെപ്റ്റിക്സ് സേസ് ദാറ്റ് നേഷൻ റെസ്പോണ്ട് ടു ഗ്ലോബലൈസേഷൻ ഡിഫറൻറ്റ്ലി. കൾച്ചറൽ ആസ്പെക്റ്റിലേക്ക് വരുമ്പോൾ സ്കെപ്റ്റിസം പറയുന്നത് ഓരോ രാജ്യവും ഗ്ലോബലൈസേഷനെ പല പല രീതിയിലാണ് അവരതിനെ എടുക്കുന്നത്. ലൈക്ക് ഓരോ രാജ്യവും അതിന്റെ കൾച്ചറലി ആയിക്കോട്ടെ ഡിഫറെന്റ് മെത്തേഡ്സ് ആണ് ഗ്ലോബലൈസേഷന് അവർ എടുത്തിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. The analysis of skeptics lead to the conclusion that stress aspects like power, inequality, conflict and importance of nation state. So skepticsകൾ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് മെയിനായിട്ട് പവറിനാണ്. പിന്നെ കുറെ ഇനീക്വാലിറ്റി ഉണ്ടായിട്ടുണ്ട്. അവർ തന്നെ പറഞ്ഞു അൺഈവൻലി ആണ് ഇതിന്റെ ഒരു റിസൾട്ട് എല്ലാവർക്കും എത്തിയിരിക്കുന്നത് എന്നുള്ളത്. സോ ആ ഒരു ഇനീക്വാലിറ്റി, പിന്നെ നേഷൻ സ്റ്റേറ്റിന്റെ ഇമ്പോർട്ടൻസ്, അതേപോലെ തന്നെ കോൺഫ്ലിക്റ്റുകൾ, ഇതിനൊക്കെയാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഇതാണ് സ്കെപ്റ്റിക്സുകൾ പറഞ്ഞത്. ഓക്കെ. ഇനി തേർഡ് പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് ട്രാൻസ്ഫോർമേഷണലിസ്റ്റ് ആണ്. സോ ഇറ്റ് ലൈസ് ബിറ്റ്വീൻ ഹൈപ്പർ ഗ്ലോബലിസ്റ്റ് ആൻഡ് സ്കെപ്റ്റിക്സ് ആസ് ദേ പെയിന്റ് എ കോംപ്ലക്സ് പിക്ചർ ഓഫ് ഗ്ലോബലൈസേഷൻ വേർ ഇറ്റ് is seen as happening but without sweeping away everything with it, as argued by the globalist. ഓക്കെ. സോ ട്രാൻസ്ഫോർമേഷണലിസ്റ്റ് എന്ന് പറയുന്നത് സ്കെപ്റ്റിസത്തിന്റെയും അതേപോലെ തന്നെ ഹൈപ്പർ ഗ്ലോബലിസത്തിന്റെയും ഇടയിൽ നിൽക്കുന്ന ഒന്നാണ്. എന്നുവെച്ചാൽ സ്കെപ്റ്റിസത്തിന്റെ കുറച്ച് നല്ല കാര്യങ്ങളും എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഹൈപ്പർ ഗ്ലോബലിസത്തിന്റെയും കുറച്ച് നല്ല കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. ഇതിന് രണ്ടിനെയും സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ് എന്ത്, ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ നിൽക്കുന്ന ഒന്നാണ് ട്രാൻസ്ഫോർമേഷണലിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ. സോ ഇതിന്റെ പ്രൊപ്പോണൻസ് ആരാണ്? ഡേവിഡ് ഹെൽഡ്, ആന്റണി മാക്രൂ. സോ ഇവരുടെ ഫേമസ് ആയിട്ടുള്ള വർക്ക് ആണ് ദി ഗ്ലോബൽ ട്രാൻസ്ഫോർമേഷൻ റീഡ് ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു ഗ്ലോബലൈസേഷൻ ഡിബേറ്റ്. ഇവരെ കൂടാതെ ആന്റണി ഗിഡൻ ഉണ്ട്, അതേപോലെ തന്നെ ഓൾറിച്ച് ബെക്ക് ഉണ്ട്. ഇവരൊക്കെ കൂടിയിട്ടാണ് ട്രാൻസ്ഫോർമേഷണലിസ്റ്റ് എന്ന ഒരു പെർസ്പെക്റ്റീവ് നമുക്ക് തന്നത്. സോ ആന്റണി ഗിഡന്റെ ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്കാണ് റൺ അവേ വേൾഡ് എന്ന് പറയുന്നത്. ഓൾറിച്ച് ബെക്കിന്റെ ബുക്കാണ് റിസ്ക് സൊസൈറ്റി എന്ന് പറയുന്നത്. സോ ഈ പേരും ഈ ബുക്സിന്റെ പേരും ഓതേഴ്സിന്റെ പേരും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അടുത്തത്, അക്കോർഡിംഗ് ടു ദം നാഷണൽ എക്കോണമിക് political and cultural forces are being transformed to share the sovereignty with other entity due to the problems like environment, drugs, crime, development in international transport and communication. So ഇവര് പറയുന്നത് ഇന്റർനാഷണൽ ലെവലിൽ നടക്കുന്ന മാറ്റങ്ങൾ എങ്ങനെയൊക്കെ, ട്രാൻസ്പോർട്ടിൽ ലൈക്ക് ചീപ്പ് ഫ്ലൈറ്റ്സ് അവൈലബിൾ ആണ്, പിന്നെ റെയിൽവേയിൽ വന്ന മാറ്റങ്ങൾ, അത് മീൻസ് ഓഫ് ദ ട്രാൻസ്പോർട്ട്, കമ്മ്യൂണിക്കേഷൻ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു, ഇന്റർനെറ്റ് ഫെസിലിറ്റി, പിന്നെ കൊമേഴ്സ്, ബാങ്കിങ്, അതേപോലെ തന്നെ എൻവയോൺമെന്റൽ ഇഷ്യൂസ്, പിന്നെന്തായിരുന്നു ക്രൈമുകളും. ഇതൊക്കെ കാരണം പൊളിറ്റിക്കൽ, എക്കണോമിക്, കൾച്ചറൽ ആസ്പെക്ട് ഓഫ് ഓരോ രാജ്യങ്ങളെയും മാറിയിട്ടുണ്ട്. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ആ മാറ്റങ്ങൾ ഉണ്ടായത്. സോ അതുകൊണ്ടാണ് എന്താ ഈ ഒരു മാറ്റം ഉണ്ടായിരിക്കുന്നതാണ് അവർ പറഞ്ഞത്. ഓക്കെ. ആര്? ട്രാൻസ്ഫോർമേഷണലിസ്റ്റുകൾ പറയുന്നത് ഇതാണ്. Then comes politically, nation state is no more self-governing, autonomous unit and authority is more diffused. So പൊളിറ്റിക്കലി ഇവർ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താ സെൽഫ് ഗവേണിംഗ് അല്ല, അവർക്ക് അവരുടെ ആ ഓട്ടോണമസ് പവർ, ആ ഒരു പരമാധികാരം നഷ്ടപ്പെട്ടു. ഓക്കെ. സ്റ്റേറ്റ്സ് ആർ സീൻ ആസ് ആക്ടിവിസ്റ്റ് ബട്ട് ദർ പവർ ഈസ് നോട്ട് ഡിമിനിഷ്ഡ് ബട്ട് ഈസ് ബീങ് റീകോൺസ്റ്റിറ്റ്യൂട്ടഡ്. ഈ ട്രാൻസ്ഫോർമേഷണലിസ്റ്റുകൾ എന്താ പറയണേന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഗ്ലോബൽ പൊളിറ്റിക്സിൽ ഉണ്ട്, അവർ ഡിമിനിഷ് ആയിട്ടൊന്നുമില്ല, അവർക്ക് പവർ ഉണ്ട്, ആ പവറും നഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ ആ പവറിനെ ഒന്ന് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ചെയ്തത്. മുന്നുണ്ടായിരുന്ന അത്ര പവർ ഇല്ല, എന്നാൽ തീരെയും പവർ ഇല്ലാതില്ല, ആ പവറിന്റെ ലെവലിനെയാണ് ഒന്ന് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ.
In cultural domain, national cultures like film, food, religion, fashion is so infused with inputs from international source. നമുക്കറിയാം, നമുക്ക് നമ്മുടേതായ ഫിലിംസ് ഉണ്ട്, ഫുഡ് ഉണ്ട്, റിലീജിയൻ ഉണ്ട്, ഫാഷൻ ഉണ്ട്. നമ്മുടെ സ്വന്തം രാജ്യത്ത് അവൈലബിൾ ആയിട്ടുള്ള ഈ കൾച്ചറും പിന്നെ മറ്റ് രാജ്യത്തുള്ള അല്ലെങ്കിൽ ഇന്റർനാഷണൽ ലെവലിൽ അവൈലബിൾ ആയിട്ടുള്ള ഈ കൾച്ചറൊക്കെ കൂടി ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. നമ്മൾ അതിനൊന്ന് മിക്സ് ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇത് ഗ്ലോബലൈസേഷന് പാർട്ടാണെന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇവരെന്താ പറയണത്, കംപ്ലീറ്റ്ലി നമ്മുടെ കൾച്ചർ മാഞ്ഞു പോയിട്ടില്ല അല്ലെങ്കിൽ ഡിമിനിഷ് ആയിട്ടില്ല, പക്ഷെ ബാക്കി ഇന്റർനാഷണൽ ലെവലിൽ അവൈലബിൾ ആയിട്ടുള്ള കൾച്ചറായിട്ട് നമ്മുടെ കൾച്ചർ നമ്മൾ എന്താ ഒന്ന് മിക്സ് ആക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. സോ കംപ്ലീറ്റ്ലി അത് ഡിമിനിഷ് ആയിട്ട് പോയിട്ടില്ല. ഓക്കെ, പിന്നെ വരുന്നത് ഗ്ലോബലൈസേഷൻ ആൻഡ് സോവനിറ്റി ആണ്. ഓക്കെ, sovereignty means absolute authority a state hold over the territory and the people, as well as independence internationally and its recognition by other sovereign state as a sovereign state. സോ എന്താണ് ഈ സോവേണിറ്റി അല്ലെങ്കിൽ പരമാധികാരം എന്ന് പറയുന്നത് എന്താണ്? ഒരു ഗവൺമെന്റ് എന്ന് പറയുന്നത് എന്താ നാഷണൽ ലെവലിലുള്ള സ്റ്റേറ്റിനെയാണ് പറയുന്നത്. അവർക്ക് ആ ഒരു രാജ്യത്തിന്റെ എല്ലാ കാര്യങ്ങളും ഡിസൈഡ് ചെയ്യാനായിട്ട്, അവിടുത്തെ ആൾക്കാരെ ആയിക്കോട്ടെ, അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളായിക്കോട്ടെ, അതിനുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ഇതെല്ലാം ഉണ്ടാക്കാനായിട്ടുള്ള ഒരു പവർ ആ ഒരു ടെറിട്ടറി എന്ന് പറയുന്നത് നമ്മുടെ ഒരു ബൗണ്ടറിനെയാണ് പറയുന്നത് ടെറിട്ടറി. ആ ബൗണ്ടറിയിൽ നിന്നുകൊണ്ട് അവിടത്തെയുള്ള ആൾക്കാർക്ക് ആ, അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാനും അതിന് വേണ്ടിയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അവരെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ആ ഒരു പവറിനെയാണ് സോവണിറ്റി എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല, ഒരു സോവറിൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താ, ബാക്കി ഒരു സോവറിൻ സ്റ്റേറ്റിനെ ലൈക്ക് സെയിം വേയിൽ തന്നെ ആക്സെപ്റ്റ് ചെയ്യുക, അതും ഇതിന്റെ ഒരു പാർട്ടാണ്. മാത്രല്ല, അവർ ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ് ആണെന്ന് മനസ്സിലാക്കി അവരുടെ ഇന്റേണൽ അഫയേഴ്സിലൊന്നും വെറുതെ പോയി ഇന്റർഫിയർ ചെയ്യാതിരിക്കുക, അതും ഈ സോവേണിറ്റിയുടെ ഒരു ഭാഗമാണ്. ഓക്കെ, internally, state is a supreme authority with its territory which makes the laws and command obedience from its citizen. ഓക്കെ, സോ രണ്ട് ടൈപ്പ് ഓഫ് ദ സോവണിറ്റി ഉണ്ട്. ഇന്റേണൽ സോവണിറ്റി ഉണ്ട്, എക്സ്റ്റേണൽ സോവണിറ്റി ഉണ്ട്. ഇന്റേണൽ സോവണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെറിട്ടോറിയൽ ബൗണ്ടറി. ഇപ്പോൾ ഇന്ത്യക്കാണെങ്കിൽ ഇന്ത്യക്ക് എന്താ ബൗണ്ടറി ഉണ്ടല്ലോ, ആ ബൗണ്ടറി ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ ഗവൺമെന്റിന് ഇവിടുത്തെ ആൾക്കാർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാൻ അവർ ഫോളോ ചെയ്യേണ്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, എന്തൊക്കെ ചേഞ്ചസുകൾ ഡെവലപ്മെന്റുകളാണ് വേണ്ടത്, ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള റൂൾസ് റെഗുലേഷൻസ് ഒക്കെ ഫ്രെയിം ചെയ്യാനായിട്ടുള്ള ഒരു പവറിനെയാണ് ഇന്റേണൽ സോവണിറ്റി എന്ന് പറയുന്നത്. അത് മാത്രല്ല, പീപ്പിൾ, നമ്മുടെ അവിടെ ജീവിക്കുന്ന ആൾക്കാർ ഇതിനെ ഫോളോ ചെയ്യുന്നുണ്ടോ, ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ ലൈക്ക് അവരെ പണിഷ് ചെയ്യാനായിട്ടുള്ള ഒരു പവറിനെയും കൂടി നമുക്ക് ഈ സോവണിറ്റി ആയിട്ട് കാണാം. ഓക്കെ, എക്സ്റ്റേണൽ സോവണിറ്റി ഓഫ് ദി സ്റ്റേറ്റ് ഷുഡ് ബി റെക്കഗ്നൈസ്ഡ് ബൈ അതർ സ്റ്റേറ്റ് ടു എൻഷുർ ദ ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റി. എക്സ്റ്റേണൽ സോവണിറ്റി എന്ന് പറയുന്നത് ബാക്കിയുള്ള രാജ്യങ്ങളും നമ്മളെ സോവറിൻ, ഒരു ഇൻഡിപെൻഡന്റ് ഓട്ടോണമസ് ആയിട്ടുള്ള സ്റ്റേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യണം. ആവശ്യമില്ലാതെ ബാക്കിയുള്ള രാജ്യങ്ങളുടെ ഇന്റേണൽ അഫയേഴ്സിലൊന്നും പോയി ഇടപെടാതിരിക്കുക, ഇതിനാണ് എക്സ്റ്റേണൽ സോവണിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ രണ്ട് ടൈപ്പ് ഓഫ് സോവണിറ്റി ഉണ്ട്. സോവണിറ്റി എന്ന് പറയുന്നത് എന്താ, ആബ്സല്യൂട്ട് അതോറിറ്റി ഓഫ് ദ സ്റ്റേറ്റ്, ഒരു സ്വന്തം പരിധിയിൽ നിന്നുകൊണ്ട് തന്നെ അവിടുത്തെ ആൾക്കാർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനും റൂൾസ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ടാക്കാനും അവരത് ഫോളോ ചെയ്തില്ലെങ്കിൽ അവരെ പണിഷ് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവിനെയാണ് സോവണിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, this ensure equality among different states in international relation, also ensure there is no external interference. പറഞ്ഞ കാര്യമാണ്. എല്ലാവരെയും ഈ എക്സ്റ്റേണൽ സോവണിറ്റി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ, എല്ലാ സ്റ്റേറ്റിനെയും, സ്റ്റേറ്റ് ഇൻ ദ സെൻസ് ഇവിടെ ഗവൺമെന്റിനാണ്, നാഷണൽ ഗവൺമെന്റിനാണ് ഉദ്ദേശിക്കുന്നത്, ഈക്വൽ ആയിട്ട് കാണുക, വെറുതെ അവരുടെ ഇന്റേണൽ അഫയേഴ്സിലൊന്നും പോയി ഇടപെടാണ്ടിരിക്കുക, അവരുടെ ആ ഒരു ഇൻഡിപെൻഡൻസിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യുക, അതും ഈ ഇന്റേണൽ സോവണിറ്റിയുടെ ഒരു ഭാഗമാണ്. ഫോഴ്സസ് ഓഫ് ദ ഗ്ലോബലൈസേഷൻ എക്സേർട്ട് ദ പ്രഷർ ഓൺ സോവണിറ്റി ഓഫ് ദ സ്റ്റേറ്റ്. സോ നമ്മുടെ ഈ ടോപ്പിക് എന്ന് പറയുന്നത് സോവണിറ്റി ആൻഡ് ഗ്ലോബലൈസേഷൻ ആണ്. സോ ഗ്ലോബലൈസേഷൻ എങ്ങനെയാണ് സോവണിറ്റിനെ ബാധിക്കുന്നതെന്നാണ് ഇതിൽ പഠിക്കുന്നത്. സോ നല്ലൊരു രീതിയിൽ തന്നെ ഗ്ലോബലൈസേഷൻ സോവണിറ്റിനെ ബാധിക്കുന്നുണ്ട്, ഒരു സ്റ്റേറ്റിന്റെ പരമാധികാരത്തിനെ ബാധിക്കുന്നുണ്ട്. ആ ഒരു പരമാധികാരത്തിനെ തുടച്ചു നീക്കിയെന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാം. ഓക്കെ, മാത്രല്ല, ദർ ഇസ് എ ഇൻക്രീസിങ് റോൾ ഓഫ് നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ്. ഒരു സ്റ്റേറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗ്ലോബലൈസേഷന് മുന്നേ ഒരു സ്റ്റേറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗവൺമെന്റിനാണ് ഫുൾ ആയിട്ടുള്ള കൺട്രോൾ അല്ലെങ്കിൽ പവർ ഉള്ളത്, അല്ലെങ്കിൽ അതോറിറ്റി ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. സ്റ്റേറ്റ് കൂടാതെ നോൺ സ്റ്റേറ്റ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുകളുണ്ട്. ആൾക്കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് മെയിൻ ആയിട്ട്
എൻ ജി ഒസ് കേട്ടിട്ടുണ്ടാവുമല്ലോ, നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസ് ആണ്. ഇവര് പ്രോഫിറ്റിന് വേണ്ടിയിട്ടല്ല വർക്ക് ചെയ്യുന്നത്, ആൾക്കാരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് ഇവർ വർക്ക് ചെയ്യുന്നത്. പിന്നെ സിവിൽ സൊസൈറ്റിയിൽ തന്നെ പൊളിറ്റിക്കൽ പാർട്ടീസ് പെടും, അതേപോലെ തന്നെ പ്രഷർ ഗ്രൂപ്പുകളൊക്കെ പെടും. ഇവരൊക്കെ എന്തിനാ വർക്ക് ചെയ്യുന്നത്? ആൾക്കാരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാനായിട്ട്, അവർക്ക് അവരുടെ റൈറ്റ്സിനെ പറ്റിയിട്ടുള്ള അവയർനെസ്, അവരെ അതിനെപ്പറ്റി അറിയിക്കുക, നിങ്ങൾക്ക് ഇങ്ങനെ റൈറ്റ്സുകൾ ഉണ്ട്, നിങ്ങളുടെ ആവശ്യങ്ങൾ ഫുൾഫിൽ ചെയ്യാനായിട്ട് അവരുടെ കൂടെ നിന്ന് ഗവൺമെന്റിനോട് അത് ആവശ്യപ്പെടുക. അപ്പൊ ആവശ്യപ്പെടുമ്പോൾ നമ്മൾ പലരും പേപ്പറിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ, നമ്മുടെ ഒരു ആവശ്യം നടക്കാതിരിക്കുമ്പോൾ പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഈ പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തുന്നതിൽ NGOs, സിവിൽ സൊസൈറ്റി, പ്രഷർ ഗ്രൂപ്പുകൾ, ഇവർക്കൊക്കെ വളരെയധികം റോൾ ഉണ്ട്. ഓക്കെ, സോ ഇവരൊക്കെ ഇങ്ങനെ ഫോഴ്സ് ചെയ്യുമ്പോൾ ഗവൺമെന്റിന് വേറെ ഒരു വഴി ഉണ്ടാവില്ല, ലൈക്ക് അവരുടെ ആ ഒരു ആവശ്യം നിറവേറ്റി തന്നെ കൊടുക്കേണ്ടി വരും. സോ ഗ്ലോബലൈസേഷൻ വന്നതിന് ശേഷം ഇങ്ങനെയുള്ള ഈ നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സിന്റെ റോള്, അല്ലെങ്കിൽ അവരുടെ ഒരു പ്രസൻസ്, സാന്നിധ്യവും അവരുടെ ഒരു വർക്കിങ്ങും കൂടിയിട്ടുണ്ട്. പിന്നെ സബ് നാഷണൽ ഗ്രൂപ്പ്സുകൾ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രാൻസ്നാഷണൽ ലോസ്, പല ഡിഫറെന്റ് ട്രാൻസ്നാഷണൽ ലോസുകളുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയാണ് UN, അതേപോലെ നമ്മൾ ഇന്ത്യ എന്ന് പറയുന്നത് പല ഓർഗനൈസേഷന്റെ പാർട്ടുകളാണ് അല്ലെ. ഫോർ എക്സാമ്പിൾ UN ഉണ്ട്, പിന്നെ നമുക്ക് പറയാം സാർക്ക് ഉണ്ട്, ആസിയാൻ. ഇതിന്റെ ഒക്കെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒരു മെമ്പർ എന്ന നിലയിൽ നമ്മൾ ഫോളോ ചെയ്യണ്ടേ. സോ ഇതെല്ലാം എന്താ ഗ്ലോബലൈസേഷൻ വന്ന കാരണം സോവണിറ്റിനെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ബാധിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി കെനിച്ചി ഒഹുമിയെ argues that the nation state may be still the player in global politics, but it has lost its capacity to control the national economy. സോ കെനിച്ചി ഒഹുമിയെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗ്ലോബൽ പൊളിറ്റിക്സിൽ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരാൾ ഉണ്ട്, പക്ഷെ അതിന്റെ ആ ഒരു പവർ, അതിന്റെ ഒരു കപ്പാസിറ്റി മുന്നുണ്ടായിരുന്നത് അത്രയില്ല, അത് കുറഞ്ഞിട്ടുണ്ട്. This has led to the rise of region state, which comprise of communities situated across the borders based on the regional economic centers. He argues that it is a market which determines who belongs to and who has been excluded from the citizenship. സോ കെനീച്ചിയെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് ഈ ഗ്ലോബലൈസേഷന്റെ പെർസ്പെക്റ്റീവിലും. ഗ്ലോബലൈസേഷന്റെ ഈ ഒരു കാലഘട്ടത്തിൽ മാർക്കറ്റാണ് തീരുമാനിക്കുക ആർക്ക് എന്ത് കൊടുക്കണം, എന്ത് വേണം എന്നുള്ളത്. ഈവൻ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, അത് മാർക്കറ്റ് ഇല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർ കണക്റ്റഡ് ആണ്. ഓക്കെ, മോഡേൺ നേഷൻ സ്റ്റേറ്റ് ഹാസ് ബിഗൺ ടു ക്രാമ്പിൾ. നേരത്തെ പറഞ്ഞല്ലോ, അപ്പോൾ അതിന് മുന്നുണ്ടായിരുന്ന ആ ഒരു പരമാധികാരം ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് ചുരുങ്ങി വരികയാണ്. ആന്റണി ഗിഡൻ agrees by saying that nations have lost the sovereignty they once had, and politicians have lost their capability to influence the events. The era of nation state is over, according to him. സോ ഓൾറെഡി നമ്മൾ പറഞ്ഞു, സ്റ്റേറ്റിന്റെ പവർ കുറഞ്ഞു, അവിടെ വർക്ക് ചെയ്യുന്ന പൊളിറ്റീഷ്യൻസിന്റെ പവർ കുറഞ്ഞു, പിന്നെ നേഷൻ സ്റ്റേറ്റ് ആയിരുന്നു, സ്റ്റേറ്റിന്റെ എൻ്റെ റോള് തന്നെ അവിടെ ഇല്ലാതായി. സോ ആ ഒരു എറ തന്നെ അവസാനിച്ചു. ഇപ്പോൾ ഗ്ലോബലി വർക്ക് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഗ്ലോബലി ഫോളോ ചെയ്യുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ഇപ്പൊ നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ഡേവിഡ് ഹെൽഡ് ഹാസ് ഗിവൺ 5 areas where globalization undermines the sovereignty. ഡേവിഡ് ഹെൽഡിനെ സംബന്ധിച്ചിടത്തോളം 5 ഏരിയകൾ ആയിട്ടാണ് ഗ്ലോബലൈസേഷൻ സോവറിനിറ്റിനെ ഇല്ലാതാക്കിയിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഹേജ്മണിക് പവേഴ്സ് ആൻഡ് പവർ ബ്ലോക്സ് ദ വേൾഡ് എക്കോണമി. ഓക്കെ, നമുക്കറിയാം അമേരിക്കയിൽ നമ്മൾ ഒരു ഹേജ്മണിക് പവർ ആയിട്ടാണ് കൺസിഡർ ചെയ്തത്. അമേരിക്ക ബാക്കി എല്ലാവരും ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് UN. ഇങ്ങനെ ഇങ്ങനെയുള്ള ഗ്ലോബലി വർക്ക് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസും അമേരിക്ക പോലുള്ള കൺട്രീസും വേൾഡ് എക്കോണമീനെ അവരുടെ അണ്ടറിൽ വെച്ചേക്കാണ്. അവര് പറയുന്നത് അനുസരിച്ചിട്ടാണ് ഈ വേൾഡ് എക്കോണമി വർക്ക് ചെയ്യുന്നത്. ദ എൻഡ് ഓഫ് ഡൊമസ്റ്റിക് പോളിസി. അപ്പൊ ഓൾറെഡി നമുക്കറിയാം ഇന്റർനാഷണൽ ലെവലിൽ ഒരു ഗവൺമെന്റ്, ആക്ച്വലി നമുക്കൊരു ഗവൺമെന്റ് ഇന്റർനാഷണൽ ലെവലിൽ ഇല്ല. ഇപ്പൊ സ്റ്റേറ്റ് വൈസ് അല്ലെങ്കിൽ ഒരു നാഷൻ വൈസ് നോക്കുകയാണെങ്കിൽ, ഇപ്പൊ ഇന്ത്യനെ നോക്കുകയാണെങ്കിൽ നമുക്ക് മോദി ഗവൺമെന്റ് ഉണ്ട്. ഇപ്പൊ ഒരു സ്റ്റേറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ, ഇപ്പൊ കേരളത്തിലാണെങ്കിൽ നമുക്കും പിണറായി വിജയൻ സാറിന്റെ കീഴിൽ നമുക്ക് ഒരു ഗവൺമെന്റ് ഉണ്ട്. പിന്നെ ഡിസ്ട്രിക്റ്റിലാണെങ്കിൽ നമുക്ക് ഓരോ ഡിസ്ട്രിക്റ്റിലും കളക്ടേഴ്സ് അവൈലബിൾ ആണ് അല്ലെ. പക്ഷേ ഗ്ലോബൽ ലെവലിൽ നോക്കുമ്പോൾ എന്താണ്, എല്ലാവരും കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു ഗ്ലോബൽ ഗവൺമെന്റ് ഉണ്ടോ? ഇല്ല.
സോ ഈ ഗ്ലോബൽ ഗവൺമെന്റിന് പകരം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എന്താ? ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. UN, IMF, വേൾഡ് ബാങ്ക്. സോ ഇവരാണ് ഇതിനൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഡൊമസ്റ്റിക് പോളിസി, സ്റ്റേറ്റിന്റെ ഒരു റോള് വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആൻഡ് ഇന്റർനാഷണൽ ലോ, നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് വരുമ്പോൾ സോവണിറ്റി കുറയുന്നു. ഈ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസിന്റെ പാർട്ടാണ് ഓരോ കൺട്രീസും. ഇപ്പൊ ഇന്ത്യ ആയാലും UN പാർട്ടാണ്. സോ നമ്മൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ അല്ലെങ്കിൽ ഒരു ഇതിന്റെ പാർട്ടാകുമ്പോൾ അവർ പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ ഫോളോ ചെയ്യണം. അത് ഫോളോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിന് കുറെ ആഫ്റ്റർ എഫക്റ്റ് ഉണ്ട്. സോ അത് പേടിച്ച് നമുക്കത് ഫോളോ ചെയ്യാതിരിക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്റർനാഷണൽ ലോ ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, സോ ഇതൊക്കെയാണ് ഡേവിഡ് ഹെൽഡിനെ സംബന്ധിച്ചിടത്തോളം ഗ്ലോബലൈസേഷൻ വന്നതിന് ശേഷം സോവണിറ്റിയിലേക്ക് വന്ന മാറ്റങ്ങൾ. ഓക്കെ, അല്ലെങ്കിൽ സോവണിറ്റി എങ്ങനെയാണ് കുറഞ്ഞത് എന്നുള്ളത്. ഓക്കെ, അടുത്തത് പ്ലൂരാലിസ്റ്റ് ആർഗ്യൂസ് ദാറ്റ് ഇന്റേണൽ സോവണിറ്റി ഓഫ് ദ സ്റ്റേറ്റ് വിൽ ബി മോർ ഡിഫ്യൂസ്ഡ് ബിറ്റ്വീൻ സ്റ്റേറ്റ് ഓൺ വൺ ഹാൻഡ് ആൻഡ് സിവിൽ സൊസൈറ്റി റൈറ്റ്സ് ഓഫ് ഫെഡറൽ യൂണിറ്റ് ഓൺ അനദർ ഹാൻഡ്. ഞാൻ പറഞ്ഞല്ലോ, മുന്നേ ഗ്ലോബലൈസേഷന് മുന്നെന്ന് പറഞ്ഞ സ്റ്റേറ്റ് മാത്രമായിരുന്നു ആ ഒരു രാജ്യത്ത് ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ ഗവൺമെന്റുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ, NGOsകളുണ്ട്, സിവിൽ സൊസൈറ്റികളുണ്ട്, പ്രഷർ ഗ്രൂപ്പുകളുണ്ട്. സോ ഇവരെല്ലാവരും കൂടി ആണ് എന്താ സ്റ്റേറ്റിനെ ഫോഴ്സ് ചെയ്യുന്നത് ഇന്നൊരു കാര്യം നടപ്പിലാക്കൂ എന്നുള്ളത്, ലൈക്ക് പ്രൊട്ടസ്റ്റ്, ധർണ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്. സോ ഇപ്പോ ഈ ഇന്റേണൽ സോവണിറ്റി, ഈ പരമാധികാരം, ഒരു സ്റ്റേറ്റിന്റെ പരമാധികാരം അതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തേക്കാണ്. കുറച്ച് സ്റ്റേറ്റിന്റെ കയ്യിലും കുറച്ച് ഇങ്ങനത്തെ NGOs, സിവിൽ സൊസൈറ്റിയുടെ കയ്യിലുമാണ് ഇപ്പൊ നിലനിൽക്കുന്നത്. ഇത് ഗ്ലോബലൈസേഷൻ വന്നതിന് ശേഷം ഉണ്ടായ ഒരു മാറ്റമാണ്. Technical advances like mobile phones, internet are making the citizen active and shifting the power from state to civil society groups. നമുക്കറിയാം, മുന്നെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റോഡുകളിലൊക്കെ ഇരുന്നിട്ടായിരിക്കും ധർണ അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റ്, അല്ലെങ്കിൽ നമ്മൾ ഗവൺമെന്റ് ഓഫീസിൽ പോയിട്ട് അതിന് മുന്നിലൊക്കെ ഇരുന്നിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക. പക്ഷെ ഇപ്പൊ നമുക്കൊരു പ്രൊട്ടസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന്റെ ഒന്നും ആവശ്യമില്ല. കാരണം ഒരു മൊബൈൽ ഫോണും ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്താ മീറ്റു പോലെയുള്ള, നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ മീറ്റു ഒക്കെ, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലോ യൂട്യൂബിലോ ഏത് മീൻസ് വെച്ചിട്ടും നമുക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റും. ഇതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ ഇങ്ങനത്തെ NGOസും സിവിൽ സൊസൈറ്റീസും ഗ്രൂപ്പുകളൊക്കെ ഉണ്ടല്ലേ. സോ അതുകൊണ്ടാണ് പറയുന്നത് ഗ്ലോബലൈസേഷന് ശേഷം ഇന്റേണൽ സോവണിറ്റി ഓഫ് ദ സ്റ്റേറ്റ് ഡിവൈഡ് ചെയ്ത് പോയിട്ടുണ്ട്. ഒന്ന് കുറച്ച് സ്റ്റേറ്റിന്റെ കയ്യിലുണ്ട്, ബാക്കിയുള്ളത് സിവിൽ സൊസൈറ്റി, NGOസിന്റെ കയ്യിലാണ്. Globalization tended to undermine state capacity to maintain its border and exercise sovereignty. പറഞ്ഞ കാര്യം തന്നെയാണ് ഈ റിപ്പീറ്റ് ചെയ്യുന്നത്. ബൗണ്ടറീസുകളെ ഡിമിനിഷ് ആക്കി സോവണിറ്റി കുറച്ചു എന്നതാണ് ഗ്ലോബലൈസേഷൻ ചെയ്തത്. Paul Hurst argues that world economy with high degree of the trade and investment is not necessarily a globalized economy. In such a system, nation state has a crucial role to play, especially in providing governance of economy. So Paul Hurst പറയുന്നത് ഒരു ഗ്ലോബലൈസ് എക്കോണമി എന്ന് പറയുന്നത് ജസ്റ്റ് ഇങ്ങനെ നല്ല രീതിയിൽ ട്രേഡ് നടക്കുക, നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവുക, എക്കോണമീസ് വലുതാവുക, അത് മാത്രമല്ല അതില് സ്റ്റേറ്റിനും പ്രാധാന്യമുണ്ട്, സ്റ്റേറ്റിനും റോൾ ഉണ്ടെന്നാണ് ആര് പറയുന്നത്? പോൾ ഹെസ്റ്റ്. He further observed that so long as nation state remain important, sovereignty would remain relevant, although its role and manifestation has altered. സോ എത്ര നാൾ ഒരു സ്റ്റേറ്റ് നിലനിൽക്കുന്നുവോ അത്ര നാളും അതിന്റെ സോവേണിറ്റി ഉണ്ടാവും. അതൊരിക്കലും നശിച്ചു പോകുന്നില്ല എന്നാണ് ആര് പറയുന്നത്? പോൾ ഹിസ്റ്റ് പറയുന്നത്. പക്ഷേ അതിന്റെ റോളിലും പവറിലും കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, അടുത്തത് നമ്മൾ ക്രിറ്റിസിസത്തിലേക്കാണ് പോകുന്നത്. ഗ്ലോബലൈസേഷന്റെ ക്രിറ്റിസിസം. സോ ഇത്ര നേരം നമ്മൾ പറഞ്ഞ ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതിന് നെഗറ്റീവ് സൈഡ് ഉണ്ട്, അതേപോലെ തന്നെ പോസിറ്റീവ് സൈഡ് എന്ന്, അല്ലേ? ഇൻക്രീസ്ഡ് ഫോം ഓഫ് ഇനീക്വാലിറ്റി ഗിവിംഗ് റൈസ് ടു ദ വിന്നേഴ്സ് ആൻഡ് ലൂസേഴ്സ്. നമ്മൾ പറഞ്ഞു ഈ ഗ്ലോബലൈസേഷന്റെ ഔട്ട്കം അല്ലെങ്കിൽ ഇൻകം എന്ന് പറയുന്നത് അൺഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. എല്ലാവർക്കും ഒരേ രീതിയിലല്ല ഇതിന്റെ ഒരു ഔട്ട്കം കിട്ടിയിട്ടുള്ളത്. കുറച്ച് ആൾക്കാർ അല്ലെങ്കിൽ കുറച്ച് കൺട്രീസിന് ഇത് കുറേ ബെനിഫിറ്റ് കൊടുത്തിട്ടുണ്ട്, കുറച്ച് രാജ്യങ്ങൾക്ക് ഇത് വളരെ ലൈക്ക് പുവർ ആയിട്ടുള്ള ഒരു ഔട്ട്കം ആണ് ജനറേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പല രാജ്യങ്ങൾക്കും പല എഫക്റ്റ് ആണെങ്കിൽ എന്തായിരിക്കും? അതൊരു ഇനീക്വാലിറ്റി അല്ലേ. അതുകൊണ്ട് തന്നെ നോർത്ത് സൗത്ത് ഡിവിഷൻ വരും അവിടെ. നോർത്ത് സൗത്ത് ഡിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോർത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഗ്ലോബ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഗ്ലോബൽ മാപ്പ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ
നോർത്ത് എന്ന് പറയുന്നത് ഫുള്ളി ഡെവലപ്ഡ് കൺട്രീസ് ആയിരിക്കും, ലൈക്ക് അമേരിക്ക അങ്ങനത്തെ കൺട്രീസ് ആയിരിക്കും. സൗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ഒക്കെ പെടുന്ന കൺട്രീസ് ഡെവലപ്പിംഗ് കൺട്രീസുകളായിരിക്കും. സോ ഇങ്ങനെ ഗ്ലോബലൈസേഷൻ രണ്ട് തരത്തിലുള്ള എഫക്റ്റുകൾ അല്ലെങ്കിൽ ഔട്ട്കം ആണ് കൊടുക്കുന്നതെങ്കിൽ എന്തായിരിക്കും, റിച്ച് ആയിട്ടുള്ള കൺട്രീസ് റിച്ച് ആയിക്കൊണ്ടേ തന്നെ ഇരിക്കും, പൂർ ആയിട്ടുള്ള കൺട്രീസ് പൂർ ആയിക്കൊണ്ടേയിരിക്കും. സോ ഈ ഒരു ഗ്ലോബൽ നോർത്ത് സൗത്ത് ഡിവിഷൻ ഉണ്ടാവും അവിടെ. ഓക്കെ. വാൽഡൻ ബെല്ലോ deglobalization signals rollback of the globalization as a trade and investment between the countries. വാൽഡൻ ബെല്ലോ അദ്ദേഹം പുതിയൊരു ടേം കോയിൻ ചെയ്തു, ഡീഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. എന്താണ് ഡീഗ്ലോബലൈസേഷൻ? ഇറ്റ് ഈസ് നോട്ട് ദ സിനോണിം ഫോർ വിഡ്രോയിങ് ഫ്രം ദ വേൾഡ് എക്കോണമി ബട്ട് ട്രാൻസ്ഫോർമേഷൻ ഓഫ് വേൾഡ് എക്കോണമി ഫ്രം വൺ ഇന്റഗ്രേറ്റഡ് അറൌണ്ട് ദ നീഡ് ഓഫ് ട്രാൻസ്നാഷണൽ കോപ്പറേഷൻ ടു വൺ ഇന്റഗ്രേറ്റഡ് അറൌണ്ട് ദ നീഡ് ഓഫ് ദ പീപ്പിൾ നേഷൻ. ഓക്കെ. സോ ഇതിൽ എന്താ പറയണേന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡീഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് ഗ്ലോബലൈസേഷനെ പിൻവലിക്കുക എന്നതല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ എന്തോ നടന്നുകൊണ്ടിരിക്കുന്നത്, ഒരാളുടെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ കുറച്ച് മൾട്ടിനാഷണൽ കമ്പനീസിന്റെ ഇൻട്രസ്റ്റിന് അല്ലെങ്കിൽ അവരുടെ പ്രോഫിറ്റ് കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഗ്ലോബലൈസേഷൻ ഇപ്പൊ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് മാറി ആൾക്കാരുടെ ആവശ്യങ്ങൾ ഫുൾഫിൽ ചെയ്യുന്ന അല്ലെങ്കിൽ രാജ്യങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി ഫുൾഫിൽ ചെയ്യുന്ന ഒരു എക്കോണമിയിലേക്ക്, ഗ്ലോബൽ എക്കോണമിയിലേക്ക് ഗ്ലോബലൈസേഷൻ മാറണം. അതിനെയാണ് ഡീഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. ഇത് ഒരിക്കലും ഗ്ലോബലൈസേഷന്റെ ഒരു എന്താ വിഡ്രോവൽ അല്ല, അല്ലെ, ഗ്ലോബലൈസേഷനെ പിൻവലിക്കലല്ല ഇതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഓക്കെ. US President Donald Trump's policies and Brexit suggest that there is an increasing trend towards deglobalization. സോ ഡൊണാൾഡ് ട്രംപിന്റെ അദ്ദേഹത്തിന്റെ പോളിസീസ് ഒക്കെ US നമ്മൾ ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത് ഡീഗ്ലോബലൈസേഷന്റെ ഒരു പാർട്ടാണ്. ഇത് നാഷണലിസത്തിലേക്ക് തിരിച്ച് നേഷൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, അവരുടെ ഓട്ടോണമിയിലേക്ക് തിരിച്ചു വരിക, അതിന് പ്രാധാന്യം കൊടുക്കുന്ന കുറച്ച് പോളിസീസ് ആയിരുന്നു ഇന്ന്. Globalization is associated with the increased risk and uncertainty as highlighted by the ആൻഡ്രൂ ഹേവുഡ്. ആൻഡ്രൂ ഹേവുഡ് പറയുന്നത് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് കുറെ അൺസർട്ടനിറ്റി, അൺഈവൻ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അതിൽ നടക്കുന്നത്, ഈവൺ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നത് അൺഈവൻ ആണ്, വളരെ റിസ്ക് ഉള്ള ഒരു കാര്യമാണ് എന്താ ഈ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. Ulrich Beck has talked of the risk society where tradition, community, established institutions are weak and leading to increased individualism. So, ഓൾറിച്ച് ബെക്ക് പറയുന്നത് ഈ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള നമ്മുടെ കൾച്ചർ, കമ്മ്യൂണിറ്റി, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് ആരെയാണ്? നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ്, അതിന്റെ സോവണിറ്റി, അതിനെയൊക്കെയാണ് ബാധിക്കുന്നത്. ഓക്കെ. സോ ഗ്ലോബലൈസേഷൻ നമ്മുടെ എക്സിസ്റ്റിംഗ് കൾച്ചറിനെ ബാധിക്കുന്നുണ്ട്, ട്രഡീഷനെ ബാധിക്കുന്നുണ്ട്, നമ്മുടെ ഗവൺമെന്റിന്റെ സോവണിറ്റിനെ ബാധിക്കുന്നുണ്ട്, അതിനെയാണ് വീക്കൻ ചെയ്തിരിക്കുന്നത്. ഗ്ലോബലൈസേഷൻ ഈസ് ഓൾസോ സീൻ ആസ് എ കാറ്റലിസ്റ്റ് ഫോർ എൻവയോൺമെന്റൽ ക്രൈസിസ്. പിന്നെ പറയുന്ന ഒരു കാര്യമാണ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് എൻവയോൺമെന്റൽ ക്രൈസിസ് ഉണ്ടാക്കാനായിട്ട് ഒരു ലീഡിങ് ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം എന്താ? ബൈ എംഫസൈസിങ് മാസ് പ്രൊഡക്ഷൻ, പ്രോഫിറ്റ്, കൺസ്യൂമറിസം, ഗ്ലോബലൈസേഷൻ എക്സേർട്ട് പ്രഷർ ഓൺ എൻവയോൺമെന്റ്. ഗ്ലോബലൈസേഷന്റെ മെയിൻ എയിം എന്താ? പ്രോഫിറ്റ് ഉണ്ടാക്കുക, അല്ലെ, പ്രൊഡക്ഷൻ കൂട്ടുക, ട്രേഡ് എക്സ്പാൻഡ് ചെയ്യുക. സോ ഇങ്ങനെ നമ്മൾ പ്രൊഡക്ഷൻ കൂട്ടുക, പ്രോഫിറ്റ് ഉണ്ടാക്കുക, ആ ഒരു എയിം മാത്രം വെച്ച് നടന്നു കഴിഞ്ഞാൽ എൻവയോൺമെന്റിനാണ് നമ്മൾ പ്രഷർ കൊടുക്കുന്നത്. എങ്ങനെ എൻവയോൺമെന്റിന് പ്രഷർ കൊടുക്കാം? നമ്മൾ റിസോഴ്സസുകൾ വാസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യും. സോ ഒരു പരിധിയിൽ കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ വരുന്ന ജനറേഷന് അത് നമുക്ക് കാണാൻ കൂടി അവർക്ക് ഉണ്ടാവില്ല, അല്ലെ, അത് തീർത്തും അങ്ങോട്ട് ഇല്ലാതായി പോകും. ഇത് മാത്രമല്ല, കുറെ ക്ലൈമറ്റിക് ചേഞ്ച്, ഓസോൺ ലെയർ ഡിപ്ലഷൻ, ഇതൊക്കെ ഉണ്ടായത് എന്തുകൊണ്ടാ? ഇങ്ങനെ ഓവറായിട്ട് നമ്മുടെ എൻവയോൺമെന്റിനെ ഇങ്ങനെ പ്രഷർ ചെയ്യുന്നത് കൊണ്ടാണ്. ഗ്ലോബലൈസേഷൻ ആസ് നെഗറ്റീവ് ഇമ്പാക്ട് ഓൺ ഡെമോക്രസി. പിന്നെ ഇതിന്റെ ഒരു നെഗറ്റീവ് പാർട്ട് എന്ന് പറയുന്നത് ഡെമോക്രസീനെ വളരെ മോശമായ രീതിയിലാണ് ഇത് ബാധിച്ചിരിക്കുന്നത്. കാരണം എന്താ? ഡെമോക്രസിയുടെ വാല്യൂസ് നഷ്ടപ്പെട്ടു, സ്റ്റേറ്റിന്റെ പവർ നഷ്ടപ്പെട്ടു. By concentrating economic and political power in the hands of transnational corporation, democracy empowers them to escape the democratic control. സോ ഗ്ലോബലൈസേഷൻ എന്ന കൺസെപ്റ്റ് കൊണ്ട് ആരൊക്കെയാണ് എംപവേർഡ് ആയിട്ടുള്ളത്? ട്രാൻസ്നാഷണൽ കോർപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞല്ലോ, മൾട്ടിനാഷണൽ കമ്പനീസുകളാണ്. അവരുടെ ഇൻട്രസ്റ്റിന് പ്രോഫിറ്റ് കൂട്ടാനാണ് അവർ വർക്ക് ചെയ്യുന്നുണ്ടാവുക. സോ ഒരിക്കലും ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു മെത്തേഡ് അല്ല അവർ ഫോളോ ചെയ്യുന്നുണ്ടാവുക, അല്ലെ അവിടെ. Another cause of the concern is that the
pace of economic globalization is fast than political globalization. So economic globalization അതിന്റെ ഒരു റേറ്റ്, എക്കണോമിക് ഗ്ലോബലൈസേഷൻ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് നടക്കുന്നത് കമ്പയർഡ് ടു എന്ത് പൊളിറ്റിക്കൽ ഗ്ലോബലൈസേഷൻ. ഓക്കെ, പിന്നെ ഇക്കണോമിക് ആക്ടിവിറ്റി ഡസ് നോട്ട് ഗീവ് എനി അറ്റൻഷൻ ടു നാഷണൽ ബോർഡേഴ്സ് ബട്ട് പൊളിറ്റിക്സ് കണ്ടിന്യൂ ടു ഓപ്പറേറ്റ് വിത്തിൻ നാഷണൽ ബോർഡേഴ്സ്. പിന്നെ നമ്മൾ പറയാണ്, ഇപ്പൊ പറഞ്ഞല്ലോ എക്കണോമിക് ഗ്ലോബലൈസേഷൻ ആണ് വളരെ സ്പീഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ എക്കണോമിക് ആക്ടിവിറ്റി പൊളിറ്റിക്കൽ ആസ്പെക്റ്റിന് അത്ര പ്രാധാന്യം കൊടുക്കുന്ന ഒരു ആക്ടിവിറ്റി അല്ല. കാരണം എന്താ, ഇത് ട്രേഡ് കൂട്ടുക, എക്സ്പാൻഡ് ചെയ്യുക, പ്രോഫിറ്റ് ഉണ്ടാക്കുക, അത്ര മാത്രമാണ് ചിന്തിക്കുന്നത്. പക്ഷെ പൊളിറ്റിക്കൽ ആസ്പെക്റ്റിലേക്ക് വരുമ്പോഴാണ് നമ്മൾ സ്റ്റേറ്റിനെ പറ്റി ചിന്തിക്കുന്നതും അതിലുള്ള പൊളിറ്റിക്കൽ വർക്കിങ്ങിനെ പറ്റി ചിന്തിക്കുന്നതും. ഓക്കെ, Noam Chomsky has criticized neoliberal globalization dominated by the US and its economic interest. So, Chomsky എന്ന് പറയുന്ന ആള് അദ്ദേഹം നിയോലിബറൽ ഗ്ലോബലൈസേഷൻ, ഈ നിയോലിബറൽ ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ കൺട്രോൾ കുറച്ച് ഫ്രീ ആയിട്ടുള്ള മാർക്കറ്റ് ആക്സസ് ഉള്ള ട്രേഡ്, അതാണ് ഈ നിയോലിബറൽ എന്ന് പറയുന്നത്. അതിന് അദ്ദേഹം നല്ല രീതിയിൽ എതിർത്തിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് എതിർത്തത്? ഇത് US ഡോമിനേറ്റഡ് ആണ്. ഓക്കെ, US തന്റെ ഇൻഫ്ലുവൻസ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൂൾ ആണ് എന്ത്, ഈ ഗ്ലോബലൈസേഷൻ. He also argues is that neoliberal globalization does not enhance but rather undermines democracy as it enhances the power of interlinked corporate state leaders who exert the control of their economy. ഓക്കെ, സോ ഇദ്ദേഹം എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെമോക്രസിയുടെ വാല്യൂവിനെയാണ് ഇത് നഷ്ടപ്പെടുത്തുന്നത്. പീപ്പിൾ എലക്ട് ചെയ്യുന്ന ഗവൺമെന്റ് ഉണ്ടല്ലോ, ആ ഗവൺമെന്റിനെ ഒട്ടും പവർ ഇല്ലാത്ത പോലെ ആക്കി നമ്മൾ ട്രാൻസ് നാഷണൽ ഗ്ലോബലി വർക്ക് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിനെയാണ് അവർ പറയുന്നതാണ് കേൾക്കുക. സോ ഒരു ഗവൺമെന്റിനാണ് അവിടുത്തെ ആൾക്കാരുടെ ആവശ്യം എന്താണ്, അവരുടെ നീഡ്സ് എന്താണ്, അതനുസരിച്ച് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ട്രാൻസ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ പ്രോഫിറ്റ് ഉണ്ടാക്കുക, ബിസിനസ് കൂട്ടുക, ആ ഒരു ഐഡിയ വെച്ചിട്ട് മാത്രം വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെ. സോ ഡെമോക്രാറ്റിക് വാല്യൂ ആണ് അവിടെ നശിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, privatization reduces the arena of political democratic choice. സോ പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മുടെ ഡെമോക്രാറ്റിക് വാല്യൂനെ കംപ്ലീറ്റ്ലി ഇല്ലാതാക്കുകയാണ്. പ്രൈവറ്റൈസേഷൻ വരുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ കൺട്രോൾ വളരെ കുറവായിരിക്കും, മിനിമൽ ആയിട്ടുണ്ടാവുള്ളൂ. കുറച്ച് എന്തെങ്കിലും ആവശ്യത്തിന് മാത്രം ഒന്ന് ഇന്റർഫിയർ ചെയ്യാന്നല്ലാണ്ട് ഒട്ടും കൺട്രോൾ ഉണ്ടാവില്ല, റെസ്ട്രിക്ഷൻ ഉണ്ടാവില്ല. അതാണ് പ്രൈവറ്റൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ പ്രൈവറ്റൈസേഷൻ വന്നു കഴിഞ്ഞാൽ ഡെമോക്രാറ്റിക് വാല്യൂനെയാണ് അത് ബാധിക്കുന്നത് എന്നാണ് ആര് പറഞ്ഞത്? ചോംസ്കൈ പറഞ്ഞത്. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ചാപ്റ്ററിലത്തെ. സോ നമ്മൾ 2 പാർട്ടിലായിട്ട് ഗ്ലോബലൈസേഷനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു, വേരിയസ് ആസ്പെക്ട് പഠിച്ചു, ഡെഫിനിഷൻ പഠിച്ചു, ടൈപ്പ് പഠിച്ചു, 3 ഡിഫറെന്റ് തിയറീസുകൾ പഠിച്ചു അല്ലെ, അതിന്റെ നെഗറ്റീവ് ആസ്പെക്റ്റുകൾ പഠിച്ചു. പിന്നെ എന്താ പഠിച്ചത്? സോവണിറ്റിയും ഗ്ലോബലൈസേഷനും എങ്ങനെയാണ് റിലേറ്റഡ് ആയിട്ടുള്ളത് പഠിച്ചു. സോ ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്ററിൽ. അടുത്ത് നമുക്ക് PYQs നോക്കാം. നമ്മുടെ എങ്ങനെയാണ് ഈ ഒരു ചാപ്റ്റർ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് നോക്കാം. എക്സാമിൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഗ്ലോബലൈസേഷൻ ആൻഡ് ഓൾസോ സോവണിറ്റി. ഇപ്പൊ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ് അല്ലെ, ഗ്ലോബലൈസേഷനും സോവണിറ്റിയും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്നുള്ളത്. സോ നിങ്ങൾ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. എപ്പോഴും സ്ട്രക്ചേർഡ് ആയിട്ട് ആൻസർ കൊടുക്കാൻ ശ്രമിക്കുക. നമ്മളിപ്പോൾ ക്ലാസ് എടുത്തപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരുന്നു, പിന്നെ ഓരോന്നിനും സബ് ഹെഡിങ് കൊടുത്ത് പോയിന്റ് വൈസ് ആണ് നമ്മൾ എഴുതിയത്. സോ ഇങ്ങനെ സ്ട്രക്ചേർഡ് ആയിട്ട് എഴുതുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവാലുവേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ എളുപ്പമായിരിക്കും. പിന്നെ നല്ലൊരു ഭംഗിയിലാണ് നമ്മൾ ആ ഒരു ആൻസർ പ്രസന്റ് ചെയ്യുന്നത്. സോ നമുക്ക് മാർക്ക് തരാനായിട്ടുള്ള ഒരു മാർക്ക് കിട്ടാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, സോ നിങ്ങളിവിടെ ആൻസർ ചെയ്യുമ്പോൾ ഇൻട്രൊഡക്ഷനിലെ ഗ്ലോബലൈസേഷൻ എന്താണ്, എന്തൊക്കെയാണ് അതിന്റെ ഡെഫിനിഷൻ ചെറുതായിട്ട് മെൻഷൻ ചെയ്യുക, വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ആസ്പെക്ട്, പിന്നെ എന്താണ് സോവണിറ്റി എന്ന് മെൻഷൻ ചെയ്യുക, സോവണിറ്റി എങ്ങനെയാണ് മാറുന്നത്, പിന്നെ നമ്മൾ പറഞ്ഞു NGOs, സിവിൽ സൊസൈറ്റി ഗ്രൂപ്പ്സുകൾ, അങ്ങനെ പല ഗ്രൂപ്പുകളൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇതിനൊക്കെ പറ്റി മെൻഷൻ ചെയ്യാം. അവസാനം കൺക്ലൂഷൻ കൊടുക്കുക. നിങ്ങളുടെ ഒരു ഐഡിയ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എന്താണ് ഇതില്, അതാണ് കൺക്ലൂഷനിൽ കൊടുക്കേണ്ടത്. ഈ ഒരു കൺക്ലൂഷനോട് കൂടി ആയിരിക്കണം നിങ്ങൾ നിങ്ങളുടെ ആൻസർ അവസാനിപ്പിക്കേണ്ടത്. ഇങ്ങനെ സ്ട്രക്ചേർഡ് ആയിട്ട് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നോക്കുന്ന ടീച്ചേഴ്സിനും എളുപ്പമാണ്, നമുക്ക് സ്കോറിംഗും ആണ് ഇങ്ങനെ ചെയ്യുമ്പോൾ. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് December 2023 വന്നതാണ്. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ചെയ്തപ്പോൾ കിട്ടിയതാണ്. ഓക്കെ, സോ
ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ. ഫസ്റ്റ് ചാപ്റ്റർ അപ്പോൾ ഇതോടുകൂടി കഴിഞ്ഞു. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ PPT ഉണ്ടാക്കിയിരിക്കുന്നത്. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ക്ലാസ് ഒന്ന് കാണുക, അതിനുശേഷം നിങ്ങൾ എന്താ സ്റ്റഡി മെറ്റീരിയൽ ഒന്ന് വായിച്ചു നോക്കുക. അപ്പോൾ എന്താ ക്ലിയർ ആയിട്ട് ഒരു ഐഡിയ കിട്ടും. ഓക്കെ, ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ വരാം. ടിൽ ദെൻ ബൈ, ഹാപ്പി ലേണിംഗ്.